നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. ഒരു തനി നാടൻ ഒഴിച്ച് കറി. ചക്കക്കുരു അതുപോലെ തന്നെ പരിപ്പ് വെച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം ചെന്നിട്ട് ഈ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 15 ചക്കക്കുരു നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പരിപ്പ്, തുവരപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് 1-2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറൊരു സംഭവം ഇടാൻ മറന്നു, ഉപ്പ്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 2 വിസിൽ, അതോടുകൂടി വെന്ത് കിട്ടും. ഇപ്പോൾ ചക്കക്കുരും പരിപ്പും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നല്ല ഭയങ്കര നൈസായിട്ട് അരയ്ക്കേണ്ട, നമ്മൾ മീനൊന്നും അരയ്ക്കുന്ന പരുവത്തിൽ അരയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലാണ് ഒരു തരി കാണുന്നത്, അതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു അതുപോലെ തന്നെ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ അരപ്പ് ഇതിലേക്ക് അരച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടുത്ത് നമുക്ക് വറുത്തിടുന്ന പരിപാടിയാണ്. വറുത്തിടാൻ വേണ്ടി ഒരു സവാള നമ്മൾ എടുക്കുന്നുണ്ട്. സവാള നമുക്ക് ചെറുതായിട്ട് അരിയാം. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇനി നമുക്ക് സവാള, അതിൻ്റെ കൂടെ 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മൂത്ത് വന്നിട്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചക്കക്കുരുവും പരിപ്പും വെച്ചുള്ള അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചക്കയുടെ കുറേ റെസിപ്പീസ് ഇടുന്നുണ്ട്. എല്ലാവരും ചക്കക്കാലാണ്, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.